വലിയ ആവേശമാണ്. ഒന്ന്, ഈ പെരും മഴയത്ത് പോലും നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ ആര്യാടൻ ഷൗക്കത്തിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ നിലമ്പൂർ ടൗണിലേക്ക് ഒഴുകിയെത്തിയത്. അല്പസമയത്തിന് തന്നെ റോഡ് ഷോ ആരംഭിക്കും. അതും കോൺഗ്രസിന്റെ UDFന്റെ യുവ നേതാക്കളാണ് ഈ റോഡ് ഷോയുടെ മുൻനിരയിലുണ്ടാവുക. മണ്ഡലത്തിന്റെ ചുമതലയുള്ള AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ്, അങ്ങനെ തുടങ്ങിയ യുവ നേതാക്കളുടെ നിര തന്നെ അവിടെ കാണാം. PC വിശ്വനാഥിനെ ഇപ്പോൾ കാണുന്നുണ്ട്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ 263 ബൂത്തുകളിലും ഒരേ സമയം കൺവെൻഷനുകൾ നടത്തുകയാണ് UDF. ബൂത്ത് കൺവെൻഷനുകളുടെ ഉദ്ഘാടനം എടക്കര പായിമ്പാടം 93-ാം നമ്പർ ബൂത്തിൽ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായുള്ള റോഡ് ഷോയാണ്. പ്രവർത്തകരുടെ നീണ്ട നിര, നേതാക്കളുടെ നീണ്ട നിര. യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും എല്ലാവരും സംയുക്തമായുള്ള പ്രചാരണത്തിലേക്ക് കടക്കുന്നു. ലീഗും ഓരോ പഞ്ചായത്തും കേന്ദ്രീകരിച്ച് MLAയും പ്രാദേശിക നേതാക്കളും അടക്കം ഉള്ള സംഘാംഗങ്ങളെ നൽകിയിരിക്കുന്നു പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ. ആര്യാടൻ ഷൗക്കത്തിനൊപ്പം ഇപ്പോൾ VS രഞ്ജിത്തുണ്ട്. VS രഞ്ജിത്ത്, ഇപ്പോൾ പുതിയ സംഭവവികാസങ്ങളോടുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണമാണല്ലോ നമുക്ക് ആദ്യം അറിയേണ്ടത്. അദ്ദേഹം പത്രികാ സമർപ്പണത്തിന് പോകുമ്പോൾ മത്സരത്തിനില്ല എന്ന് പറയുന്ന PV അൻവർ, മത്സരിക്കാത്ത അൻവർ ഷൗക്കത്തിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ, മുന്നണിയിലേക്ക് വരില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ശുഭപ്രതീക്ഷയോടെയുള്ള യാത്രയാണ്. പക്ഷേ ഇപ്പോൾ PV അൻവറിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കാനില്ല, പക്ഷേ UDFന്റെ കൂടെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, PV അൻവറുമായി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തത് എൻ്റെ നേതൃത്വമാണ്, UDF നേതൃത്വമാണ്. ആ UDF നേതൃത്വമാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിനനുസരിച്ചായിരിക്കും എൻ്റെ തീരുമാനം. താങ്കൾ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല അൻവർ? ഇപ്പോൾ എല്ലാവരും UDF അതൊക്കെ എൻ്റെ നേതൃത്വം തീരുമാനിച്ചു. എങ്ങനെയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടിയാണോ യാത്ര? പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടിയാണോ? തീർച്ചയായിട്ടും. ഏതായാലും നേതൃത്വം പ്രതികരിക്കുമെന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. ഇക്കാര്യത്തിൽ അതാണ് VS രഞ്ജിത്ത് തുടക്കം മുതൽ തന്നെ അൻവറുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിലും പ്രതികരിക്കാതെ ആര്യാടൻ ഷൗക്കത്ത് കൃത്യമായി മാറി നിൽക്കുന്നുണ്ട്. വിവാദങ്ങളിൽ ഒരു പ്രതികരണം തന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതില്ല എന്നുള്ളത് ആര്യാടൻ ഷൗക്കത്ത് തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെയാണ്. അവിടെ അബിൻ വർക്കിയെ കാണുന്നുണ്ട്, PK ഫിറോസിനെയും അഷ്റഫ് അലിയെ ഒക്കെ കാണുന്നുണ്ട്. അൻവർ ഇല്ലാത്ത ഒരു പ്രചാരണം എന്നുള്ളത് കൂടിയാണ്. അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആളുകളെ അവിടെ എത്തിക്കാനും പ്രകടനത്തിൽ വേറൊരു നിറം നൽകാനും സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടോ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും ഈ ആൾക്കൂട്ടം സാധാരണഗതിയിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥി ഒരു ശക്തി പ്രകടനം കൂടിയായി കണക്കാക്കാറുണ്ട്. പക്ഷേ ഇത് സാധാരണ UDFന്റെ കുറച്ച് നേതാക്കന്മാരും പ്രവർത്തകരും മാത്രമാണ് കൂടെയുള്ളത്. വലിയൊരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ ഒരുപക്ഷെ UDF തീരുമാനിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതാം. ഏതായാലും UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ താലൂക്ക് ഓഫീസ് പരിസരത്തേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കൂടെ ഇവിടുത്തെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ, മലപ്പുറത്തുള്ള MLAമാരും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരും ഒക്കെയാണ് ഇപ്പോൾ കൂടെയുള്ളത്. ഏതായാലും മറ്റ് നേതാക്കന്മാർ വരുമെന്നും പ്രതീക്ഷിക്കുന്നു. വലിയൊരു ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ വലിയൊരു ശക്തി പ്രകടനമാക്കി ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ചടങ്ങ് UDF ഇപ്പോൾ മാറ്റിയിട്ടില്ല. നേരത്തെ നമ്മൾ സ്വരാജിൻ്റെ നിലമ്പൂരിൽ കടന്നുവരവും അത് വലിയ തോതിൽ വലിയൊരു സ്വീകരണമാക്കി മാറ്റാനൊക്കെ CPM ശ്രമിച്ചു. പക്ഷെ ആ തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടി ആര്യാടൻ ഷൗക്കത്ത് വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. മറ്റ് വിവാദങ്ങളൊന്നും സംസാരിക്കാതെ, തൻ്റെ നാവിൽ നിന്ന് വിവാദങ്ങളൊന്നും പുറത്തേക്ക് വരില്ല, വിവാദങ്ങളൊക്കെ നേതാക്കന്മാർ പറയട്ടെ എന്ന മട്ടിലാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണം. അളന്നു മുറിച്ച് മാത്രമേ അദ്ദേഹം
ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. ഒരു വിവാദത്തിലും ചെന്നുപെട്ട് അതിൻ്റെ പേരിൽ 4 വോട്ട് കുറയരുത് എന്ന് അദ്ദേഹം വലിയ കരുതൽ ഈ ഘട്ടത്തിൽ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ ഒരു ഘട്ടത്തിലും അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അൻവറിൻ്റെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടൊന്നും ഒരു പ്രതികരണവും നടത്താൻ സാധിക്കാത്തത്.